സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രൊമോയിൽ കാണിക്കുന്നത് യശോദയോട് സംസാരിക്കുന്ന ദേവനെയാണ് കേട്ടോ. ദേവൻ യശോദയോട് പറയണേ, വരുൺ രാധികയാണ് താലി ചാർത്തിയത്. ദൈവത്തിന് മുമ്പിൽ അവരാണ് ഭാര്യ ഭർത്താക്കന്മാർ. പ്രിയങ്കമോള് അവളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എത്രയൊക്കെ കള്ളങ്ങൾ പറഞ്ഞ് വരുണിനെ പിടിച്ചു വെക്കാൻ നോക്കിയാലും യഥാർത്ഥ സ്നേഹം നശിപ്പിക്കാനായിട്ട് ആർക്കും പറ്റില്ല. വരുണിൻ്റെ മനസ്സിൽ മുഴുവൻ രാധിക മാത്രമേ ഉള്ളൂ. എൻ്റെ രാധിക മുഴുക്കും വരുൺ ഇഷ്ടമായിരുന്നു. അനിയത്തിക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടി അവൾ ത്യാഗം ചെയ്യുവാണ്. ഇനിയും അതൊന്നും കണ്ടില്ലെന്ന് നടിക്കാൻ എന്നെ കൊണ്ടാവില്ല യശോദേ. രാധിക മോളെ വരുണിൻ്റെ കൈപിടിച്ചേൽപ്പിക്കണം. എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് ആ ഒരു നല്ല കാര്യം എനിക്ക് ചെയ്തേ പറ്റൂ. അങ്ങനെ വരുണിനെ രാധികേനെ ഒന്നിപ്പിക്കാനുള്ള തീരുമാനം തന്നെയാണ് കേട്ടോ ദേവൻ എടുത്തിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് റൂമിൽ കിടക്കുന്ന വരുണിനായിരിക്കും. വരുൺ അവിടെയുള്ള കാര്യം രാധികയൊക്കെ മനസ്സിലായിട്ടുണ്ട്. രാധിക അങ്ങനെ അതിനെക്കുറിച്ച് വരുണിനോട് സംസാരിക്കുകയും ചെയ്യുന്നൊക്കെയുണ്ട്. എന്നാൽ വരുൺ രാധികയ്ക്ക് മുമ്പിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. പിന്നീട് റൂമിൽ കിടക്കുമായിരിക്കും വരുൺ. ഈ സമയത്തായിരിക്കും വരുണിന് യശോദയുടെ ഫോൺ കോൾ വരുന്നത്. അങ്ങനെ യശോദ വരുണിനോട് ദേവൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയണേ, ഒരു തെറ്റും ചെയ്യാത്ത രാധിക മോളോട് വലിയൊരു തെറ്റ് ചെയ്തു പോയി എന്നുള്ള കുറ്റബോധമാണ് അച്ഛൻ്റെ മനസ്സിൽ. അതാ ദേവേട്ടനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. അത് തിരുത്തണം. ഇത് ദേവേട്ടൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ യശോദയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വരുൺ ഒത്തിരി സന്തോഷമാകുവാണ്. വരുണിനാണെങ്കിൽ അതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല കേട്ടോ. പിന്നീട് യശോദ ഫിദ മാഡത്തിനെ ഫോണിൽ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് ദേവൻ്റെ കാര്യങ്ങളും രാധികയെ കാണണമെന്ന് ദേവൻ പറഞ്ഞ ആഗ്രഹത്തെക്കുറിച്ചുമൊക്കെ ഫിദയോടും പറയുവാണെന്ന് തോന്നുന്നു. ഈ സമയം ഈ കാഴ്ച കൊണ്ടോ മറ്റോ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുമായിരിക്കും. അങ്ങനെ ഇതെല്ലാം കൂടി കാണുന്നതോടെ മുത്തശ്ശിക്ക് അങ്ങ് ദേഷ്യം കയറുവാണ്. മുത്തശ്ശി യശോദയോട് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ ശ്യാമ ഫിദയുടെ വേഷത്തിൽ ആശ്രമത്തിലെത്തുവാണ്. ശ്യാമ അങ്ങനെ രാധിക മോള് വരുന്നതിന് വേണ്ടി കാത്തിരിക്കുവാണ്. ഈ സമയം രാധിക കുട്ടികളുമായിട്ട് തോട്ടത്തിലും മറ്റുമായിരിക്കും കേട്ടോ. അങ്ങനെ രാധിക കുട്ടികളെയും കൂട്ടി തിരികെ ആശ്രമത്തിലെത്തുമ്പോഴായിരിക്കും അവിടെ നിൽക്കുന്ന ഫിദ മാഡത്തെ കാണുന്നത്. അങ്ങനെ രാധിക ഒത്തിരി സന്തോഷത്തോടെ അകത്തേക്ക് ഓടി ചെല്ലുക. ആ ഫിദ മാഡം എന്നും പറഞ്ഞ് ശ്യാമയെ പോയി കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ സമയം ഫിദ ദേവൻ്റെ കാര്യങ്ങളാണെന്ന് തോന്നുന്നു രാധികയോട് പറയുന്നുണ്ട്. അന്നേരം ആ ഫിദ പറയുന്ന ആ കാര്യങ്ങളൊക്കെ കേട്ട് സങ്കടപ്പെട്ട് ഞെട്ടലോട് കൂടി നിൽക്കുന്ന രാധികേനെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ദേവനാരായണൻ ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ രാധിക അറിഞ്ഞിരിക്കുകയാണ്. ഇനി എന്താണെങ്കിലും രാധിക ഉടനെ തന്നെ അച്ഛൻ്റെ അരികിലേക്ക് പോകുമായിരിക്കും. അപ്പോൾ ദേവൻ തന്നെ മുൻകൈ എടുത്ത് വരുണിനെയും രാധികയും ഒന്നിപ്പിക്കുക. ഇനി എന്താകും സംഭവിക്കാൻ പോകുന്നത്? അതിനായിട്ട് നമുക്ക് വരാനിരിക്കുന്ന എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കാം. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്